ഓണത്തിന് 2 കൂട്ടം പായസം. അതിലൊന്ന് പാൽപ്പായസവും രണ്ടാമത്തത് പ്രഥമൻ തന്നെയായിരിക്കും. ഇത് നമുക്കൊരു മാമ്പഴ പ്രഥമൻ ഉണ്ടാക്കിയാലോ? എങ്ങനെ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. ഞാനിവിടെ വലിയ 3 മാങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാങ്ങ നമുക്ക് അരച്ചെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് 3 മാങ്ങ എടുക്കുന്നത്. ഇതിലും വലിയ സൈസുള്ള മാങ്ങയാണെങ്കിൽ ഒരു 2 മാങ്ങ തന്നെ മതിയാവും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു മാങ്ങ അരച്ചെടുക്കുകയും കൂടെ വേണം. അപ്പോൾ ദേ ഞാൻ അത് രണ്ടും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശർക്കര പാനിയും ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി മാറ്റി വയ്ക്കാം. ഒരു ഉരുളിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂനട്ട് റൈസിൻസ് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അത് രണ്ടും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വീതമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല കേട്ടോ. അതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് നന്നായിട്ട് നമ്മൾ വറുത്തിട്ട് ഇത് നമ്മൾ മാറ്റി വയ്ക്കാം. നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ നെയ്യിൽ ഈ മാങ്ങ നന്നായിട്ട് ഒന്ന് പിടിച്ചു വരണം കേട്ടോ. മാത്രമല്ല കുറച്ചൊന്ന് വെന്ത് വരികയും കൂടെ വേണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയെല്ലാം ചേർക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പരുവമാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചവ്വരി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 കപ്പ് ചവ്വരി മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് തന്നെ മതിയാവും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക്. ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഈ ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പായസത്തിന് ഒരു കുറുക്കം വരുന്ന വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു പായസം നന്നായിട്ട് തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയും ചുക്കുവാണേ. അത് രണ്ടും നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് 1-ാം പാൽ കൂടെ ചേർക്കാനുണ്ട്. അത് ഞാൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം നല്ല പോലെ കുറുകി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിക്കരുത് കേട്ടോ. ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ അവസാനം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട് റൈസിൻസും ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷുവിന് നിങ്ങളിത് തയ്യാറാക്കി നോക്കൂല്ലേ? ഇനി തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് സേവ് കൂടെ ചെയ്തോളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.